ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യുദ്ധസമാനമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു നിലനിന്നിരുന്നത്. ഇപ്പോഴിതാ രണ്ട് രാജ്യങ്ങൾക്കുമിടയിൽ ഒരു വെടിനിർത്തൽ കരാർ രൂപം കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഈ പ്രശ്നത്തിലൊരു അയവ് വന്നിരിക്കുന്നു മുതലായ രീതിയിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കുറച്ച് ഭീതിജനകമായ ഒരു സാഹചര്യമാണ് എങ്കിലും ആ ഒരു സമയത്ത് ഇന്ത്യൻ മിലിറ്ററി എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ ഒരു മിലിറ്ററി പവർ, അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് പവറൊക്കെ കൃത്യമായി വിളിച്ചു പറയുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഇടയിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് അഭിമാനം നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വെച്ചൊരു സിസ്റ്റമാണ് പാകിസ്ഥാൻ്റെ ഡ്രോണുകളെയോ മിസൈലുകളെയോ ഇന്ത്യയുടെ മണ്ണിൽ നിലം തൊടാൻ അനുവദിക്കാതിരുന്ന നമ്മുടെ സുദർശന ചക്ര എന്ന അല്ലെങ്കിൽ S-400 ട്രയംഫ് എന്ന എയർ ഡിഫൻസ് സിസ്റ്റം. അപ്പോൾ എന്താണ് ഈ S-400 എയർ ഡിഫൻസ് സിസ്റ്റം, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഇസ് അലക്സ്. വാട്ട് ഐ ഡു ഇസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. അപ്പോൾ ആദ്യം തന്നെ ഈ S-400 ട്രയംഫ് എന്ന എയർ ഡിഫൻസ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. റഷ്യയിലെ അൽമാസ് ആൻഡെ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു ഡിഫൻസ് സിസ്റ്റം വികസിപ്പിച്ചെടുക്കുന്നത്. നാറ്റോ ഇതിനെ വിളിക്കുന്നത് SA-21 ഗ്രൗളർ എന്നാണ്. റഷ്യ കൊടുത്തിരിക്കുന്ന പേരാണ് S-400 ട്രയംഫ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സൈനിക ശക്തിയുടെ ഭാഗമായപ്പോൾ നമ്മൾ കൊടുത്ത ഒരു പേരാണ് ഈ സുദർശന ചക്ര എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന വൺ ഓഫ് ദി മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റമാണ് ഈ S-400 ട്രയംഫ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ കേപ്പബിലിറ്റി എന്താണ്, ഇതിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഡ്രോണുകളെയും മിസൈലുകളെയും യുദ്ധവിമാനങ്ങളെയും ഒന്നും ഇന്ത്യയുടെ നിലം തൊടാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ കേപ്പബിലിറ്റി എന്ന് നമുക്ക് കാണാം. പക്ഷേ ടെക്നിക്കലായി നോക്കുകയാണെങ്കിൽ ഈ ഒരു സിസ്റ്റം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു മൾട്ടി ലെയേർഡ് ഡിഫൻസ് സിസ്റ്റമാണ്. മാത്രമല്ല പല തരത്തിലുള്ള ഏരിയൽ ടാർഗറ്റുകളെ കൃത്യമായി നശിപ്പിക്കാൻ സാധിക്കുന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫൈറ്റർ ജെറ്റുകൾ, അതുപോലെ തന്നെ മിസൈലുകൾ, അതിൽ തന്നെ ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, അതുപോലെ ഡ്രോണുകൾ, എന്തിനു പറയുന്നു സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ പോലും കൃത്യമായി നശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ S-400 ട്രയംഫ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിൻ്റെ 600 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏതൊരു ത്രെറ്റിനെയും ഇതിന് കൃത്യമായി ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇനി അത് മാത്രമല്ല ഒരേ സമയത്ത് അറ്റ് എ ടൈം 300 ടാർഗറ്റുകളെ വരെ ട്രാക്ക് ചെയ്യാനും അതുപോലെ തന്നെ 36 മുതൽ 48 വരെ ടാർഗറ്റുകളെ അറ്റാക്ക് ചെയ്യാനും സാധിക്കുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായി മൂവ് ചെയ്യുന്ന ടാർഗറ്റുകളെ ഇതിന് ട്രാക്ക് ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. Mach 14 വരെ സ്പീഡിൽ പോകുന്ന ടാർഗറ്റുകളെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് സ്പീഡ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സിസ്റ്റം മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 5 മിനിറ്റിനുള്ളിലും ഈ ഒരു സിസ്റ്റം സ്റ്റാൻഡ് ബൈ ആയി നിൽക്കുകയാണെങ്കിൽ വെറും 35 സെക്കൻഡിനുള്ളിലും ഈ ഒരു സിസ്റ്റത്തിനെ പ്രവർത്തന സജ്ജമാക്കാൻ സാധിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ഹെവി ഡ്യൂട്ടി മിലിറ്ററി ട്രക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സിസ്റ്റം എപ്പോഴും മൂവ് ചെയ്യുന്നത്. സാധാരണ റോഡുകളിൽ 60 കിലോമീറ്റർ വേഗത്തിലും ഓഫ് റോഡിൽ 25 കിലോമീറ്റർ വേഗത്തിലും ഈ ഒരു സിസ്റ്റത്തിനെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഇനി അത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ജാമറുകളെ പോലും റെസിസ്റ്റ് ചെയ്ത് ഈ ഒരു സിസ്റ്റത്തിന് വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മുടെ സുദർശന ചക്ര അല്ലെങ്കിൽ S-400 ട്രയംഫ് എയർ ഡിഫൻസ് സിസ്റ്റം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം, ഇത്രയും കാര്യങ്ങളെല്ലാം ഈ ഒരു സിസ്റ്റത്തിന് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുന്നത്? അപ്പോൾ ആദ്യം തന്നെ ഈ S-400 ട്രയംഫ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കോമ്പണൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും 4 കോമ്പണൻറ്റുകളാണ് ഇവിടെ ഉള്ളതെന്ന് കാണാം. അതിൽ ആദ്യത്തേതാണ് ഒരു ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ സിസ്റ്റം എന്ന് പറയുന്നത്. 91N6E എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റഡാർ സിസ്റ്റമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 600 കിലോമീറ്റർ ചുറ്റളവാണ് ഇതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. മാത്രമല്ല ഒരേ സമയം 300ഓളം ടാർഗറ്റുകളെ ഡിറ്റക്ട് ചെയ്യാൻ ഈ ഒരു റഡാറിന് സാധിക്കുന്നു. ഇനി ഈ ഒരു സിസ്റ്റത്തിൻ്റെ രണ്ടാമത്തെ കോമ്പണൻറ്റ് എന്ന് പറയുന്നതാണ് ഒരു കമാൻഡ് വെഹിക്കിൾ എന്ന് പറയുന്നത്. 55K6E എന്ന് പറഞ്ഞിട്ടുള്ള ട്രക്കിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്തിട്ടുള്ള ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററാണ് ഈ പറഞ്ഞിട്ടുള്ള കമാൻഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു സിസ്റ്റത്തിൻ്റെ മൂന്നാമത്തെ കോമ്പണൻറ്റ് നോക്കുകയാണെങ്കിൽ അതും ഒരു റഡാർ സിസ്റ്റം തന്നെയാണ് എന്ന് കാണാം. അതിനെയാണ് എൻഗേജ്മെൻറ്റ് റഡാർ എന്ന് പറയുന്നത്. 92N6E എന്ന് പറഞ്ഞിട്ടുള്ള മോഡലിലുള്ള റഡാറുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊരു മൾട്ടി ഫങ്ഷണൽ റഡാറാണ് എന്ന് കാണാം. ഏകദേശം 400 കിലോമീറ്ററൊക്കെയാണ് ഇതിൻ്റെ ഒരു റേഞ്ച്. ഇനി ഈ ഒരു സിസ്റ്റത്തിൻ്റെ നാലാമത്തെയും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ളൊരു കോമ്പണൻ്റാണ് ലോഞ്ച് വെഹിക്കിൾ എന്ന് പറയുന്നത്. 5P8 5T-E2 എന്ന് പറഞ്ഞിട്ടുള്ള മിസൈൽ ലോഞ്ചറുകൾ 10x10 ഹെവി ഡ്യൂട്ടി മിലിറ്ററി ട്രക്കുകളുടെ മുകളിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു കോമ്പണൻ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്.
4 മിസൈൽ ലോഞ്ചറുകൾ ഈ ഓരോ വെഹിക്കിളിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനകത്ത് പല തരത്തിലുള്ള മിസൈലുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാം. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള മിസൈലുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഏകദേശം 40 കിലോമീറ്ററൊക്കെ റേഞ്ചുള്ള 9M96E പോലെയുള്ള ഷോർട്ട് റേഞ്ച് മിസൈലുകൾ, അതുപോലെ തന്നെ ഏകദേശം 120 കിലോമീറ്ററൊക്കെ റേഞ്ചുള്ള 9M96E2 പോലെയുള്ള മീഡിയം റേഞ്ച് മിസൈലുകൾ, 250 കിലോമീറ്റർ വരെ റേഞ്ച് വരുന്ന 48N6 പോലെയുള്ള ലോങ് റേഞ്ച് മിസൈലുകളും, 400 കിലോമീറ്റർ വരെ റേഞ്ച് വരുന്ന വെരി ലോങ് റേഞ്ച് മിസൈലുകൾ, ഇങ്ങനെ പല തരത്തിലുള്ള മിസൈലുകൾ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പക്ഷേ റഷ്യയുടെ കയ്യിൽ നിന്നും ഈ ഒരു സിസ്റ്റം നമ്മൾ വാങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ മിസൈലുകളും ഇന്ത്യ പ്രൊക്യൂർ ചെയ്യുന്നില്ല. കാരണം നമുക്ക് സ്വന്തമായി വികസിപ്പിച്ചെടുത്തിട്ടുള്ള മിസൈലുകൾ ഇവിടെ തന്നെ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോമ്പണൻസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഒരു സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ സംവിധാനമാണ്. അപ്പോൾ അതെന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 600 കിലോമീറ്റർ ചുറ്റളവിലുള്ള ടാർഗറ്റുകളെല്ലാം കൃത്യമായി ഡിറ്റക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സാധാരണ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകൾ ഉണ്ടാവും, നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ എയർക്രാഫ്റ്റുകൾ ഉണ്ടാവും, ശത്രു രാജ്യത്തിൻ്റെ മിസൈലുകളോ ഡ്രോണുകളോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിനെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഈ ഡേറ്റയെല്ലാം കൃത്യമായി അനലൈസ് ചെയ്യുകയും നമ്മുടെ ശത്രുരാജ്യത്ത് അല്ലെങ്കിൽ നമുക്ക് ത്രെറ്റായിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുകയും നമ്മൾ ഏതിനെയൊക്കെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത് എന്ന് തീരുമാനമെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെ ടാർഗറ്റുകളെയാണ് എൻഗേജ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ ലോഞ്ച് വെഹിക്കിൾ അല്ലെങ്കിൽ മിസൈൽ ലോഞ്ചറുകൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഓരോ ടാർഗറ്റിനും കൃത്യമായി ഓരോ തരത്തിലുള്ള മിസൈലുകൾ ഉണ്ടാവും. സോ ആ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ടാർഗറ്റുകളെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള അറ്റാക്ക് നടക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻഗേജ്മെൻറ്റ് റഡാറുകൾ പിക്ചറിലേക്ക് വരുന്നത്. ഈ ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് മിസൈലുകളെ ഈ എൻഗേജ്മെൻറ്റ് റഡാർ കൃത്യമായി ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് ഈ കോമ്പോണൻറ്റുകളെല്ലാം കൂടി ഒരുമിച്ച് ഒരു കൃത്യമായ എയർ ഡിഫൻസ് സിസ്റ്റമായി വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഇതോടൊപ്പം ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഈ സുദർശൻ ചക്ര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സംവിധാനം ഒരു സ്ക്വാഡ്രൺ ആയിട്ടാണ് വർക്ക് ചെയ്തത്. ഒരു സ്ക്വാഡ്രൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 ബാറ്ററീസ് ആണ് ഉള്ളതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഈ ബാറ്ററി എന്ന് പറയുന്നതാണ് ഒരു ഫയറിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫയറിംഗ് യൂണിറ്റ് ആയിട്ടുള്ള ബാറ്ററിയിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള 6 ലോഞ്ച് വെഹിക്കിളുകൾ ഇതിനകത്തുണ്ടാവും. മാത്രമല്ല അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റഡാർ സംവിധാനങ്ങളും കമാൻഡ് ആൻഡ് കൺട്രോൾ യൂണിറ്റും ഒക്കെ ഉണ്ടാവും. ഇതിനെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരു ബാറ്ററി എന്ന് പറയുന്നത്. ഇങ്ങനത്തെ 2 ബാറ്ററികൾ കൂടി ചേരുമ്പോഴാണ് അതിനെ ഒരു സ്ക്വാഡ്രൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള 5 സ്ക്വാഡ്രണുകളാണ് നമ്മൾ റഷ്യയിൽ നിന്നും വാങ്ങിച്ചിരിക്കുന്നത്. $5.4 ബില്യൺ അല്ലെങ്കിൽ 45,000 കോടി രൂപയ്ക്ക് ഇത്തരത്തിലുള്ള 5 സ്ക്വാഡ്രണുകൾ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നു. ഓൾറെഡി അതിൽ 3 നമ്മുടെ കയ്യിലുണ്ട്. ആ 3 ഓപ്പറേഷണലാണ് എന്ന് കാണാം. 2 കൂടി നമുക്ക് കിട്ടാനുണ്ട്. 2026 ആകുമ്പോഴേക്കും ആ 2 കൂടി ഇവിടേക്ക് എത്തിച്ചേരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്. റഷ്യയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു സംവിധാനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കുന്നത് ഏകദേശം 2016 എന്നാണ്. ഒരു ബ്രിക്സ് ഉച്ചകോടിയുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഡിസ്കഷൻസ് ആരംഭിക്കുന്നത്. 2018 ഇന്ത്യയും റഷ്യയും ഇത് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഒരു സമയത്ത് അമേരിക്കയുടെ ഭാഗത്തു നിന്നും വലിയൊരു എതിർപ്പുണ്ടാവുകയാണ്. അമേരിക്കൻ സാങ്ഷൻ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മുകളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യയിൽ നിന്നും ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങരുത് എന്ന് പറയുന്നു. ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു എക്യുപ്മെൻറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സാങ്ഷൻ കാറ്റ്സ എന്ന പേരിലുള്ള അമേരിക്കൻ സാങ്ഷൻ ഇന്ത്യയുടെ പുറത്തും വരുമെന്നുള്ളൊരു ത്രെറ്റ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അപ്പോൾ അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു ത്രെറ്റ് മുന്നോട്ട് വെക്കുന്നതിന് അവരുടെ സാങ്ഷൻ മാത്രമല്ല മറ്റ് പല കാര്യങ്ങളും കൂടി ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. അമേരിക്കയുടെ ഇത്തരത്തിലുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം ആയിരുന്നു താഡ് എന്ന് പറയുന്നത്. ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് എന്നാണ് താഡിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഈ ഒരു സിസ്റ്റം ഇന്ത്യ പ്രൊക്യൂർ ചെയ്യണമെന്നുള്ളൊരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ S-400 എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനത്തിന് സ്റ്റെൽത്ത് ഫൈറ്റർ എയർക്രാഫ്റ്റുകളെ പോലും ഡിറ്റക്റ്റ് ചെയ്യാനും നശിപ്പിക്കാനും സാധിക്കും എന്നുള്ളൊരു അവകാശവാദമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അത് അമേരിക്കയുടെ ടെക്നോളജിക്ക് മുകളിലാണ്. അപ്പോൾ ഇന്ത്യയൊക്കെ പോലെയുള്ള ഒരുപാട് രാജ്യങ്ങൾ ഈ S-400 പോലെയുള്ള സംവിധാനങ്ങൾ വാങ്ങി ഉപയോഗിച്ച് കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് സാങ്കേതികപരമായി കൂടി ഒരു തിരിച്ചടി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഭീഷണികളുമായി അവർ മുന്നോട്ട് വന്നത് എന്നും പറയപ്പെടുന്നു. പക്ഷേ ഇന്ത്യ നമ്മുടെ സ്റ്റാൻഡിൽ നിന്നും ഒരിക്കൽ പോലും പുറകോട്ട് പോകുന്നില്ല. എത്ര സാങ്ഷൻ മുന്നോട്ട് വന്നാലും നമ്മൾ ഈ പ്രൊക്യൂർമെൻറ്റുമായി മുന്നോട്ട് പോകുന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാട് നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഒടുവിൽ അതിന് അമേരിക്കയ്ക്ക് വഴങ്ങേണ്ടി വരികയാണ്. 2022 ജനുവരി മാസത്തിൽ അമേരിക്കയുടെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ ഈ കാറ്റ്സയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു അമെൻമെൻറ്റ് മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഇന്ത്യ റഷ്യയുടെ കയ്യിൽ നിന്നും ഈ S-400 എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനം വാങ്ങുന്നതിന് കാറ്റ്സ നിയമത്തിൽ ഒരു വെയ്വർ അല്ലെങ്കിൽ ഒരു ഇളവ് കൊണ്ടുവരികയാണ് ഈ അമെൻമെൻറ്റിലൂടെ നടത്തിയത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഒരു പ്രശ്നവുമില്ലാതെ ഇത് പ്രൊക്യൂർ ചെയ്യാൻ സാധിക്കുന്നതും ഇത് കൃത്യമായി ഉപയോഗിച്ച് നമ്മുടെ ശക്തി, നമ്മുടെ മിലിറ്ററി പവർ ലോകത്തിൻ്റെ മുന്നിൽ വെളിപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്നത്. സോ എന്താണ് സുദർശൻ ചക്ര എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഈ S-400 ട്രയംഫ് എന്ന് പറഞ്ഞിട്ടുള്ള എയർ ഡിഫൻസ് സിസ്റ്റം, അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മുതലായ കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന്
വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചും ഈ ഒരു വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.